വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വെച്ചാൽ പ്രീമിയർ പ്രോയിൻ്റെ ഒരു ബേസിക് എഡിറ്റിംഗ് ആണ്. പാർട്ട് 1 ആണിത്. അപ്പോൾ പാർട്ട് 2 ഇനി വരുമായിരിക്കും, ഉടനെ വരും, എന്തായാലും വരാതിരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ തരാൻ പോകുന്നത് വെച്ചാൽ പ്രീമിയർ പ്രോയിൻ്റെ ടൂൾസ്, അതേപോലെ തന്നെ ഇമ്പോർട്ടിങ്, അതേപോലെ തന്നെ വീഡിയോ, അതേപോലെ കുറേ സംഭവങ്ങൾ, ഫ്രെയിം വർക്ക്സ്, അതേപോലെ കളർ ഗ്രേഡിങ്. ആ കളർ ഗ്രേഡിംഗ് ഒന്നും ഈ വീഡിയോക്കകത്തല്ല, സോറി, കളർ ഗ്രേഡിംഗ് അല്ല, സൈസ്, സ്കെയിലിങ് സംഭവങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോക്കകത്താണ്. എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ പിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണമെങ്കിൽ ഞാൻ ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത് കാണിക്കുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്ന സെറ്റിങ്സിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോ അതേപോലെ തന്നെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ട്യൂട്ടോറിയൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ഫയലിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ന്യൂ പ്രോജക്റ്റ് സെറ്റിങ്സിനകത്ത് നമ്മളൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഡീഫോൾട്ട് തന്നെ കിടത്തേക്കുക, എന്നിട്ട് തന്നെ ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇച്ചിരി സമയം എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം. ഗൈസ് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഒരു മീഡിയ ഫയലും ഡിസ്ക് ക്യാച്ചും ഇതെല്ലാം നിങ്ങളൊരു സ്പേസ് ഉള്ള ഡിസ്കിലേക്ക് ഇപ്പം മാറ്റുക. നിങ്ങളുടെ വിൻഡോസിൻ്റെ ഡീഫോൾട്ടായിട്ടൊരു ഡിസ്ക് ഉണ്ടല്ലോ, സി എന്ന് പറയുന്നത്, ആ ഒരു ഡിസ്കിൽ നിന്ന് മാറ്റിയിട്ട് എഫിലോട്ടോ ജിയിലോട്ടോ ഇയിലോട്ടോ ആക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അത്രയും ലാഗ് പറയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 2019 ആണ്. 2020 യൂസ് ചെയ്യുന്നവർക്ക് ഇച്ചിരി ലാഗ് വരാൻ സാധ്യതയുണ്ട്. കാരണം 2020 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട്, PC നല്ല ലാഗ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2019 മാറിയത്. 2019 20 ആയിട്ട് വലിയ വേരിയേഷൻ ഒന്നുമില്ല. പിന്നെ ചില പ്രീസെറ്റ്സ് അല്ല, ചില എന്താ പറയുന്നത്, ചില ഫയൽസ് ഒന്നും നമുക്ക് സപ്പോർട്ട് ആവത്തില്ലെന്നേ ഉള്ളൂ. അല്ല ചില ഫയൽസ് എന്ന് വെച്ചാൽ ചില റെയർ എഡിറ്റിങ്ങിനകത്ത്, എല്ലാ എഡിറ്റിങ്ങിനകത്തും വരുന്നതെന്നില്ല, ചില റെയർ എഡിറ്റിംഗ് ഫയൽസ് ഒന്നും 2019 സപ്പോർട്ട് ചെയ്യത്തില്ലെന്നുള്ളൊരു പ്രശ്നം. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 2019 തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് വന്ന് കിടക്കുന്നത് FX പാനലാണ്. നിങ്ങൾക്ക് ചിലപ്പം വന്ന് കിടക്കുന്നത് എഡിറ്റിംഗ് പാനലായിരിക്കും. എഡിറ്റിംഗ് പാനലിൽ നിങ്ങൾ ലേഔട്ടൊന്നും എഡിറ്റ് ചെയ്യേണ്ടവർക്ക് എഡിറ്റ് ചെയ്യാം. ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഇതാണ് ലേഔട്ട്. ഇതെന്ന് വെച്ചാൽ സോഴ്സ് ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഇത് ഹോമാണ്. ഇവിടെ തൊട്ടാൽ നമ്മൾ നേരെ ഹോമിലോട്ട് പോകും. ഇവിടാണ് ഓരോ ടാബ്സ്. ഈ ലേണിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇവരെല്ലാം പറഞ്ഞു തരും, എന്തൊക്കെ ഏത് ടൂൾസ് എന്തോത്തിന് ഉപയോഗിക്കുന്നതാണ്. അതായത് എല്ലാം നമുക്ക് പറഞ്ഞു തരും. അസംബ്ലി എന്ന് വെച്ചാൽ നമ്മൾ ഈ ലേഔട്ടൊക്കെ അസംബിൾ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ്, അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ എഡിറ്റിംഗ് ലേഔട്ട്, ഇതാണ് ഈ ഒരു ലേഔട്ട്. കളറിംഗ് ലേഔട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കളർ ഗ്രേഡിങ്, അതായത് നമ്മൾ വീഡിയോയിലെ കളർ കറക്ഷനും സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഉള്ളത്. FX സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ FX ഒക്കെ ആഡ് ചെയ്യും. അതായത് പല പ്രീസെറ്റ്സ് ഉണ്ട്, ട്രാൻസിഷൻസ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ FXലാണ് പോയി ചെയ്യുന്നത്. ചില ട്രാൻസിഷൻസൊക്കെ ഇവരൊരു ഡീഫോൾട്ട് കുറേ ട്രാൻസിഷൻ ഉണ്ട്, അതിനകത്ത് 1-2 നല്ലേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അതിനകത്ത് ഇവരുടെ ഒരു ഇവരുടെ ട്രാൻസാക്ഷൻസൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ആഡിയോ എഫക്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ ആഡിയോ എഡിറ്റ് ചെയ്യുക, ട്രിമ്മിങ്, റിവർബിങ്, പിന്നെ DB വോളിയം ഇൻക്രീസിങ്, അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് പാനൽസ് എഡിറ്റ് ചെയ്യുക, അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഓഡിയോയ്ക്കകത്ത് വരുന്നത്. പിന്നെ ഇവിടെയാണ് ഗ്രാഫിക്സിൻ്റെ അതിനകത്താണ് നമ്മുടെ മോഷൻ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് എഡിറ്റിംഗ് ഒക്കെ മോഷൻ ഗ്രാഫിക്സിനകത്താണ് വരുന്നത്. മോഷൻ ഗ്രാഫിക്സിൻ്റെ ഫയലിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ലൈബ്രറീസ് എന്ന് വെച്ചാൽ ഓൺലൈനാണ്. അതായത് ഇവർ അഡോബിൻ്റെ തന്നെ ഒരു ഓൺലൈൻ രീതിയിലൊരു അഡോബ് ക്ലൗഡ് സർവീസ് അങ്ങനെ സംഭവമുണ്ട്. അതെന്തോ ഒരു ഇതാണ്. എനിക്ക് ലൈബ്രറീസിലോട്ട് ഞാൻ കൂടുതൽ നമ്മൾ ബ്രൗസ് ചെയ്തിട്ടില്ല ലൈബ്രറീസിലോട്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് സോഴ്സ് നോ ക്ലിപ്സ്. അതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാനുള്ള ഒരു പ്രിവ്യൂ ഏരിയ ആണിത്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വീഡിയോ, ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് പ്രിവ്യൂ പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. എഡിറ്റിംഗ് പാനലല്ല, എഡിറ്റ് ചെയ്യാത്ത നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, വീഡിയോയ്ക്കകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടെക്സ്റ്റോ സംഭവങ്ങളൊന്നും വരാതെ സാധാരണ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ വരും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിവ്യൂ ടാബാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഇവിടെ കാണിക്കും. എഫക്ട്സ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ള എഫക്ട്സ്, അതായത് റൊട്ടേഷൻ, സൈസ്, സ്കെയിൽ, പൊസിഷൻ, നമ്മൾ ആഡ് ചെയ്യുന്ന എഫക്ട്സിൻ്റെ കൺട്രോളിങ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലൂമിനർ കളറിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ലുഡ് പാക്ക് ആഡ് ചെയ്തിട്ട് ആ ലുഡ് പാക്കിനകത്ത് കോൺട്രാസ്റ്റ് കൂട്ടണം, അങ്ങനത്തുള്ള സംഭവം, കോൺട്രാക്റ്റും ഫെയ്ഡും അതെല്ലാം കൂട്ടണമെങ്കിൽ ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. എഫക്ട്സ് കൺട്രോൾ ആണ് മെയിൻ ഒരു സംഭവം തന്നെ, എഫക്ട്സ് കൺട്രോൾ തന്നെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് പാനലാണ്. ഇവിടത്തേക്ക് നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. നമുക്കൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ എഡിറ്റും കൂടെ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ലാഗ് വരും. അതാണ് ഗൈസ് നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ ആയിരിക്കാം പല രീതിയിലായിരിക്കും ചിലർക്ക് പ്രിവ്യൂ വരുന്നത്. ചിലപ്പോൾ ലിസ്റ്റ് രീതിയിൽ, എന്താണ് ഒരു ഐക്കൺ രീതിയിൽ. പിന്നെ ഇതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫയൽസ് ഇങ്ങനെ താഴ്ത്തായിട്ട് പോകത്തേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഐക്കണിൽ തൊടുമ്പോഴത്തേക്ക് ഐക്കൺ വ്യൂവിനകത്ത് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ വന്നിട്ട് അടുത്ത വീഡിയോ ഇവിടെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു എന്താണ് സ്വിച്ച് കറണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം വന്നാൽ ഇതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും, അതിൻ്റെ ഡൗൺ സ്റ്റേജിലായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അല്ലാതെ ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് വീഡിയോ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഈ ഒരു പാനൽ കാണും, ഈ ഒരു പാനലിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം ഒരു 15% നിങ്ങൾ പഠിച്ചിരിക്കുകയാണ് പ്രീമിയർ പ്രോയിൽ. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറയാം, ബാക്കി വീഡിയോ എഡിറ്റേഴ്സിനാണല്ല, പ്രീമിയർ പ്രോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇച്ചിരി കൂടെ എന്താണ് ഒരു പ്രൊഫഷണൽ വെർഷനാണ് ബാക്കി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് വെച്ച് നോക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ പല സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് വേറിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മൊബൈൽ എഡിറ്റിങ്സ്, പവർ ഡയറക്ടർ, കൈമാസ്റ്റർ, എന്താണ് ഒരു എലൈറ്റ് മോഷൻ നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടില്ല എലൈറ്റ് മോഷൻ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വിൻഡോസ് ഫിലിമോറ 9 യൂസ് ചെയ്തിട്ട് വന്ന് പ്രീമിയർ പ്രോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നടക്കുന്ന പണിയല്ല, നമ്മളത് കുത്തിയിരുന്ന് പഠിക്കാനേ പറ്റത്തുള്ളൂ. അല്ല എളുപ്പം, അതായത് എന്ന് വെച്ചാൽ നമുക്ക് കൈൻമാസ്റ്ററും പവർ ഡയറക്ടറും എളുപ്പത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലോണം എഡിറ്റ് അറിയുന്നവർക്കാണെങ്കിൽ നമുക്ക് ഫിലിമോറയ്ക്കകത്തും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രീമിയർ പ്രോയിൽ അങ്ങനെ അല്ല കേട്ടോ, പ്രീമിയർ പ്രോയിൽ അങ്ങനെ അല്ല. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഈ വീഡിയോ ഇപ്പം ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻട്രപ്ഷൻ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്ത് ഡിലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഈ ഒരു ആഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ മൊത്തം വീഡിയോ പോകും. കാരണം രണ്ടും വീഡിയോയും ആഡിയോയും ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ ആഡിയോയും പോകും, ആഡിയോ ഡിലീറ്റ് ചെയ്താൽ വീഡിയോയും പോകും. അപ്പോൾ അത് അൺലിങ്ക് ചെയ്യണം. അൺലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇനി ഇത് അൺഡോ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത സാധനം നമുക്ക് അൺഡോ ചെയ്യണമെങ്കിൽ CTRL Ctrl+Z അടിക്കുക, CTRL+Z അടിക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ ഒരു വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അൺലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ഒരു അൺലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയും ഈ ഒരു ആഡിയോയും രണ്ടായിരിക്കുകയാണ്. എനിക്കിനി ഈ വീഡിയോ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം, ഇങ്ങോട്ട് നീക്കാം, ഇങ്ങോട്ടൊക്കെ എനിക്ക് ജസ്റ്റ് വേണമെങ്കിൽ നീക്കാം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ റിമൂവ് ചെയ്യണം. ഇതൊന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ഞെക്കുക. അപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് CTRL+Z. അപ്പോൾ ഇതിന് തിരിച്ച് അൺഡോ ആവും. അപ്പം നമുക്കിനി ഈ വീഡിയോ എന്താണ് ചെയ്യേണ്ടത്, ഈ വീഡിയോ നമ്മളിപ്പോൾ കറക്റ്റ് സൈസാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പ്രീമിയർ പ്രോയ്ക്കകത്ത് ആദ്യം ആഡ് ചെയ്യുന്ന വീഡിയോയുടെ സീക്വൻസ് ആയിരിക്കും ഇത് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 9:16 എന്നൊരു വീഡിയോ എടുക്കുമ്പോൾ, 9:16 അത് തന്നെ ഒരു പോർട്രേറ്റ് വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള പോർട്രേറ്റ് വ്യൂ, ടിക്ടോക്കിലൊക്കെയുള്ള ഒരു പോർട്രേറ്റ് വ്യൂ ഉണ്ടല്ലോ, യൂട്യൂബ് ഷോർട്സിലൊക്കെ, ആ ഒരു പോർട്രേറ്റ് വ്യൂവിലുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീക്വൻസ് ആയിരിക്കും ആദ്യം നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ സീക്വൻസ് മാറ്റണമെങ്കിൽ ഈ ഒരു സീക്വൻസ് സെറ്റിങ്സിൽ പോയിട്ട് ഈ സീക്വൻസ് സെറ്റിങ്സിൽ പോയിട്ട് 16:9 ആക്കിയാൽ മതി. അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും വിത്തൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ 16:9 ഉള്ള വീഡിയോസാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ ഒരു സീക്വൻസിലുള്ള വീഡിയോ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സീക്വൻസ് സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി 16:9 എന്ന് പറയുന്ന ഒരു സീക്വൻസിലേക്ക് മാറും. പകരം നിങ്ങൾ 9:16 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റേഷ്യോ ആ ഒരു പോർട്രേറ്റ് വ്യൂയിലോട്ട് മാറും. അപ്പോൾ സീക്വൻസ് സെറ്റിങ്സ് നിങ്ങൾ പിന്നെ പോയി നിങ്ങൾ വിട്ടും അതൊക്കെ അടിച്ചു കൊടുത്ത് മാറ്റേണ്ടി വരും. അതിലും ഭേദം തന്നെ നിങ്ങളൊരു 16:9 സീക്വൻസിലുള്ളൊരു വീഡിയോ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇതിൻ്റെ എഫക്റ്റ് കൺട്രോൾസ് എനിക്കിങ്ങനെ സൈസ് കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ സൈസ് കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ എനിക്കിത് തിരിച്ച് പഴയ രീതി ആക്കണമെങ്കിൽ Ctrl+Z, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു അൺഡോ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്താലും മതി. പിന്നെ എനിക്ക് ഇവിടെ പൊസിഷൻ ഇങ്ങോട്ടും മാറ്റാം. ഇങ്ങനെയൊക്കെ ആക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാലും പഴയതുപോലെ ആവും. ഇവിടെ ഈ യൂണിഫോം സ്കെയിൽ ഓൺ ആയിരിക്കണം കേട്ടോ. യൂണിഫോം സ്കെയിൽ ഓൺ അല്ലെങ്കിൽ പ്രശ്നം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ആയിപ്പോവും. പക്ഷേ യൂണിഫോം സ്കെയിൽ ഓൺ ആണെങ്കിൽ യൂണിഫോം സ്കെയിൽ ഓൺ ആണെങ്കിൽ അത് ഒരേപോലെ പോകത്തുള്ളൂ, ആ ഒരു യൂണിഫോം രീതിയിലേ പോകത്തുള്ളൂ. പിന്നെ ഇത് റൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ പിന്നെ കീ ഫ്രെയിം ആഡ് ചെയ്യണമെങ്കിൽ
ഫ്രെയിം ആഡ് ചെയ്യണമെങ്കിൽ ആണ്ട് ഈ ഒരു ഐക്കൺ കണ്ടില്ല, ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഐക്കൺസ്, ഇപ്പോൾ ഈ പൊസിഷനകത്തൊരു ഐക്കൺ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്കെയിലിങ്ങിനകത്ത് എനിക്കൊരു ഐക്കൺ ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആദ്യത്തെ സ്കെയിലെന്ന് വെച്ചാൽ ഇത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ ആഡ് ചെയ്യുക. ഇനി അടുത്ത ഫ്രെയിമിൽ അടുത്ത ഒരു ഫ്രെയിമിലും കൂടി ഇനി എനിക്ക് എനിക്ക് ഈ ഒരു ഫ്രെയിമിലല്ല, ഞാൻ പറയാം. എനിക്ക് ഇവിടെ ഒരു പകുതി എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 100 ആക്കണം. എനിക്ക് 100 ആക്കണം. അപ്പോൾ ഇവിടെ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ ആനിമേഷൻ കീ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആനിമേഷൻ കീ ഇവിടെ വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതങ്ങ് 100 ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇത് മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ കെയിം ഫ്രെയിംസ് എല്ലാം ഡിലീറ്റ് ആയിക്കോളും. പിന്നെ ഇത് ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് പെൻ ടൂളിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ വേറൊരു വീഡിയോക്കകത്ത് അടുത്ത വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞുതരാം. ഒപ്പാസിറ്റി എല്ലാം നിങ്ങൾക്ക് ബാക്കി പിന്നെ ടൈം റീപേമിംഗ് എന്ന് വെച്ചാൽ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൂപ്പർ സ്ലോ മോഷൻ ചെയ്യണമെങ്കിൽ വേറെ പുറത്തുനിന്ന് നമ്മൾ പ്രീസെറ്റ്സും പ്ലഗിൻസും ആഡ് ചെയ്യണം. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ടിക്സ്റ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെലോസിറ്റി എഡിറ്റ് ചെയ്യണമെങ്കിൽ ടിക്സ്റ്റർ വേണ്ടി വരും. കാരണം നമുക്ക് വേറെ ആപ്ലിക്കേഷനിൽ കൊണ്ടിട്ടിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാം, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിലും ടിക്സ്റ്റർ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ടിക്സ്റ്റർ നമ്മൾ പേഡ് ചെയ്യണം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വേറൊരു വീഡിയോക്കകത്ത്. അപ്പോൾ കേസ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് ഷേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഡീഫോൾട്ടായിട്ടുള്ളതാണ്. റാപ്പ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇതിനകത്ത്. അതൊന്ന് സെർച്ച് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ അടിച്ചാലും മതി. റാപ്പ് സ്റ്റെബിലൈസേഷൻ ഒരു സംഭവം വരും. റാപ്പ് സ്റ്റെബിലൈസർ അത് തന്നെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്രയും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിപ്പം നിങ്ങൾക്കത് സമയം എടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ആഡ് ചെയ്യേണ്ട അതൊന്ന് ആഡ് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു കുലുക്കമൊക്കെ നിൽക്കും വീഡിയോ കേട്ടോ. ആ ഒരു സ്റ്റെബിലൈസേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യും നല്ല രീതിയിൽ തന്നെ. പിന്നെ ഈ ഒരു വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ റെൻഡർ ആയിക്കൊണ്ടേയിരിക്കും. റെൻഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പ്രിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇത് ഉള്ളത്. ഇന്നത്തെ ബേസിക്സിനകത്ത് ഞാൻ ഇത്തരം കാര്യങ്ങളാണ് ഈ പറഞ്ഞുതരാനുള്ളത്. എക്സ്പോർട്ട് സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. CTR Ctrl+M അടിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഇപ്പോൾ. അപ്പോൾ Ctrl+M അടിക്കും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ AVA ഫയലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ H.264 എന്ന് പറയുന്നൊരു സംഭവം, അതാണ് നമ്മുടെ MP4 ഫോർമാറ്റ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ഇപ്പോൾ 120 ആണെങ്കിൽ 120, എനിക്ക് 720 മതിയെങ്കിൽ 720 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വരും. 720 അപ്പോൾ 16:9 തന്നെ നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ ഔട്ടായിട്ട് നിൽക്കും. പിന്നെ ഇത് ഒരു 4.2 ആയിരിക്കും. അത് 4.2 തന്നെ നടന്നാൽ മതി. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി, അതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് എക്സ്പോർട്ട് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പോർട്ട് ആയിക്കോളും. പക്ഷേ ബാക്കിൻ്റെ കണക്കല്ല, ക്വാളിറ്റി കൂടുന്നതുകൊണ്ട് സമയമെടുക്കും. റെൻഡർ ചെയ്തിട്ടാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇച്ചിരി കൂടെ സമയം കുറച്ചേ അത് എടുക്കത്തുള്ളൂ. പക്ഷേ റെൻഡർ ചെയ്യാതെ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല സമയം എടുക്കുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിരിക്കും. ബാക്കി വീഡിയോ എഡിറ്റേഴ്സിൻ്റെ കണക്കല്ല, നല്ല സമയം എടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് CTRL+S ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രോജക്റ്റ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തു. അടുത്ത വീഡിയോക്കകത്ത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും സംഭവങ്ങളെല്ലാം ഇനി അടുത്ത വീഡിയോസിനകത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോസിനകത്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി അടുത്തുള്ള വീഡിയോസിനകത്ത് ക്രോപ്പിങ്ങും സ്റ്റെബിലൈസേഷനും ബ്ലെൻഡിങ്ങും അതേപോലെ തന്നെ അതായത് ഒപ്പോസിറ്റി, അതായത് ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര